ഹലോ മക്കളെ, പരീക്ഷയിൽ ചോദിക്കുന്ന ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യരീതിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. സന്ധികൾ. കഴിഞ്ഞ മോഡൽ എക്സാമിനും നമുക്ക് ഇതേ രീതിയിലുള്ള ചോദ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യമായിരുന്നു, കൂട്ടത്തിൽ പെടാത്ത ഒന്നിനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നെണ്ണവും ഒരേ രീതിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ദ്വിത്വസന്ധി എന്ന് നമ്മൾ പറയും. വളരെ കാലം. ഇതിൽ കാലം എന്ന വർണ്ണം ഇരട്ടിച്ചിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരട്ടിക്കുന്ന രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെ നമ്മൾ ദ്വിത്വസന്ധി എന്നാണ് പറയുക. ഇവിടെ മൂന്ന് പദങ്ങളും എന്ത് ചെയ്തിരിക്കുന്നു? ഇരട്ടിച്ചിരിക്കുന്നത് നമ്മൾ കാണാണ്. അതേപോലെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കാത്തിരിക്കുക എന്നുള്ള പദമാണ്. ഇവിടെ ലോപസന്ധിയാണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുക, ഇല്ലാതായി പോകുന്നതിനെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. ഇവിടെ കാത്തിരിക്കുകയിൽ കാത്ത് എന്നതിലെ ചന്ദ്രകല സമ്പ്രദോകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലോപിച്ചു പോകുന്നത്. ഇങ്ങനെ 4 രീതിയിലുള്ള സന്ധികളാണ് മലയാളത്തിലുള്ളത്. ലോപസന്ധി, ദ്വിത്വസന്ധി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആഗമസന്ധിയാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വരുന്നതിനെ നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നു. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോവുകയും മറ്റൊന്ന് വരികയും ചെയ്യുന്നതിന് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ചോദ്യരീതികൾ പഠിച്ചു വെച്ചേക്കുക. ഉറപ്പായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും.